السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമായ വെട്ടത്ത് പുതിയങ്ങാടിയിൽ ഒരു ഉത്സവം നടക്കുന്നതിനിടെ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ആഭാസത്തിനിടയിൽ ഒരു ആന അതിലുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ചുഴറ്റി എറിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അതിൻ്റെ ആ പ്രയാസത്തിൽ ഓടിയ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്തുണ്ടായ പരിഭ്രാന്തിയിൽ
ഓട്ടത്തിനിടയിൽ ധാരാളം ആളുകൾക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആ കൂടിയിട്ടുള്ള മുഴുവൻ മനുഷ്യരും, അവിടെ കൂടിയിട്ടുള്ള മുഴുവൻ മനുഷ്യരും അവര് പ്രതീക്ഷയ്ക്കായിട്ട് ഓടിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് വെട്ടത്ത് പുതിയങ്ങാടി യാഹൂ എന്ന് പറയപ്പെടുന്ന ആ കബറിടം. ചരിത്രത്തിലൂടെ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന മനുഷ്യന് യാഹൂ എന്ന പേര് ആരാ കൊടുത്തത് എന്ന് നോക്കിയാൽ ആ നാട്ടുകാർ കൊടുത്ത പേരാണ്. അദ്ദേഹത്തിന്റെ മാതാവോ പിതാവോ കൊടുത്ത പേരല്ല. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ് എന്ന് ആർക്കും അറിയില്ല. ഏതു ദേശക്കാരനാണ്, ഏത് ഭാഷക്കാരനാണ്, ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ. മുസ്ലിമാണോ മുസ്ലിം അല്ലാത്തവനാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യൻ റോട്ടിലൂടെ അലഞ്ഞു നടന്നിരുന്ന മാനസിക രോഗിയായ ഒരു മനുഷ്യൻ ജീവൻ കെട്ടപ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന ചില അതിസമർത്ഥരായ വിളവന്മാർ അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ പറയപ്പെടുന്ന ഈ ഖബറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയും. ഇസ്ലാമിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുക എന്നത് വളരെ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് ആ ഖബർ ഒരു ആരാധനാ കേന്ദ്രമാക്കുക എന്നത് ഇസ്ലാം ഏറ്റവും ശക്തമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഷിർക്കിന്റെ ഭാഗമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖബറിൽ ആരാധിക്കപ്പെടുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ പ്രതിഷ്ഠകൾ രൂപമാക്കി ഉണ്ടാക്കി വെച്ച് അതിലേക്ക് നേർച്ചകളും വിശ്വാസങ്ങളും പ്രാർത്ഥനകളും തേട്ടങ്ങളും ഒക്കെ ആക്കിയ ഒരു ജനതയോട്, കൂട്ടരെ, നിങ്ങളെ പടച്ച റബ്ബ് തന്നെ ഉണ്ടായിരിക്കെ അവനെ മറന്നുകൊണ്ട്, അവനെ ഉപേക്ഷിച്ചുകൊണ്ട് അവന് പുറമേ നിങ്ങൾ ഈ തേടുന്ന തേട്ടം അള്ളാഹുവിന് കോപമുള്ളതാണ്, ഇത് നിങ്ങൾ ചെയ്യരുതേ എന്ന് ആ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മരണസമയത്ത്, ആ പ്രവാചകന്റെ അവസാനത്തെ ഹൃദയത്തിൽ അടങ്ങാത്ത ഒരു ഭയപ്പാടിന്റെ, തന്റെ ജനത തനിക്ക് ശേഷം തന്റെ ഖബറിനെ പോലും തനിക്ക് മുമ്പുണ്ടായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് തേടിയിരുന്ന ഒരു ജനതയെപ്പോലെ തന്നോട് തന്നെ തേടുന്ന ഒരു ജനതയായി മാറുമോ എന്ന ആ ഒരു പ്രയാസം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവിടുന്ന് അവസാനമായി പറഞ്ഞത് ലഅനത്തുല്ലാഹി അലൈഹി യഹൂദി വന്നസാറ. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർക്ക് ഉത്തരവാദിത്തപരമായി നൽകപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയത് കൊണ്ടാണ്. ആരുടെയാണ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരിൽ ഖബറുകൾ ഉണ്ടാക്കി അതിനെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയത് കൊണ്ട് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. നമ്മളെ നാട്ടിൽ ഇന്ന് ഈ കാണുന്നതല്ല. എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും തട്ടിക്കൂട്ടിയ ഖബറിനെ കുറിച്ചേ അല്ല. അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സൽജനങ്ങളായ അമ്പിയാക്കളായ ആളുകളുടെ ഖബറിനെ പോലും ആരാധനാ കേന്ദ്രമാക്കിയത് അള്ളാഹുവിന്റെ ശാപം കിട്ടാൻ കാരണമാണ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ അല്ലാഹ്. ആ പരിശുദ്ധ പ്രവാചകന്റെ അവസാന നിമിഷത്തെ പ്രാർത്ഥനയാണ് അല്ലാഹുവോട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ.
അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ഉറൂസ് നടത്തുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ്. എന്റെ ഖബറിനെ നീ ആഘോഷം നടത്തുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ്. എന്തൊരു കാഴ്ചപ്പാടാ പ്രവാചകന്റേത്. കാരണം അതൊരു മറഞ്ഞ വഴിയിലൂടെയുള്ള കാഴ്ചപ്പാടല്ല, അനുഭവത്തിന്റെ കാഴ്ചപ്പാടാണ്. തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഈ തരത്തിൽ അവർ സ്നേഹിച്ചു അതിരുവിട്ടതിന്റെ പേരിലാ അവര് പഴിച്ചു പോകേണ്ടി വന്നത്. അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഇടയാവാൻ കാരണമായത് അതുകൊണ്ടാ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ നിന്റെ ശാപത്തിന് കാരണക്കാരായ ആ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നിലനിർത്തല്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിഹയിലെ അവസാനത്തെ വാക്യങ്ങളായി ഓരോ മുസ്ലിമും അവന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലും കൃത്യമായിട്ട് ഈ ഒരു തേടൽ, ഈ ഒരു ശരണം റബ്ബിന്റെ മുമ്പിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആരാണത്? ഈ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയ ആളുകളാണ് പിഴച്ചവർ, അക്രമികൾ, അള്ളാഹുവിന്റെ ശാപം ലഭിച്ചവർ. ആ തരത്തിലുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ആ വെട്ടത്ത് പുതിയങ്ങാടി പരിസരങ്ങൾ മുഴുവനും റോഡുകൾ ബ്ലോക്കാക്കിയത്. ചേളാരിയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് വരുമ്പോ ഈ പുതിയങ്ങാടിയിലൂടെയാണ് എനിക്ക് എന്റെ നാട്ടിലേക്ക് വരേണ്ടത്. അന്നേ ദിവസം അതിലൂടെ വാഹനത്തിൽ വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ആ പുതിയങ്ങാടി ഒഴിവാക്കി തിരൂരിൽ നിന്ന് ഏഴൂര് വഴി, കുറ്റൂര് വഴി ഒരു റോഡ് എന്റെ നാട്ടിലേക്കുണ്ട്, അതിലൂടെ വരാമെന്ന് വിചാരിച്ചു മാറി പിടിച്ചു വന്നതാ. രാത്രി 8:50 ഞാൻ തിരൂര് പുല്ലൂർ എത്തിയിട്ടുണ്ട്. ആ 8:50 മുതൽ 10:20 വരെ 1 മീറ്റർ പോലും അനങ്ങാൻ പറ്റാത്ത തരത്തിൽ ബ്ലോക്കായിട്ട് അവിടെ. എത്രയോ കിലോമീറ്റർ ഇപ്പുറമാണത്. ആയിരക്കണക്കിന് സ്ത്രീകൾ, പടച്ചവനെ ഇത്രയധികം സ്ത്രീജനങ്ങൾ മുസ്ലിം ഉമ്മത്തിലുണ്ടോ? ആയിരക്കണക്കിന് പുരുഷന്മാർ, 30 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ, ആയിരക്കണക്കിന് യുവാക്കൾ. എവിടെന്നാ ഇത്രയും ആളുകള്? ആ ഒരു സ്ഥലത്ത്, അതിന്റെ ഇപ്പുറത്ത് അതിനേക്കാൾ അപ്പുറമാണ് പരിപാടി നടക്കുന്ന സ്ഥലത്ത്, അതിനേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഉള്ളത്. ഇത് അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ മണിക്കൂറുകളാണ് വാഹന ഗതാഗതം, റോഡ് തന്നെ തടസ്സപ്പെടുത്തിയത്. എന്നിട്ട് എന്താ അപ്പുറത്ത് നടക്കുന്നത്? കുറെ ആനകളെ നിർത്തിയിട്ടുണ്ട്. ചൂളം വിളിയും ചാടിക്കളിയും ചെണ്ടമുട്ടും ഇത് കാണാനാ ഇത്രയും ജനങ്ങൾ വന്ന് നിൽക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഈ വന്ന് നിൽക്കുന്നത്. ഇത്രയും മ്ലേച്ഛമായ അധപ്പതിച്ച ഈ ഉമ്മത്തിനെ ഈ തരത്തിൽ കൊണ്ടുപോയി കെട്ടിയത് കേരളത്തിലെ പുരോഹിതന്മാരാണ് എന്ന് പറയുമ്പോ അവര് പറയുന്നു, ഇല്ല ഞങ്ങളത് കുറെ ആയിട്ട് നിർത്തിവെച്ചതാ, ഞങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാ, ഞങ്ങൾ അതിനോട് ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചതാണ്. ഈ നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും? എത്ര കൊല്ലായിട്ടുണ്ടാവും? എന്റെ ഓർമ്മ പ്രകാരം ഒരു 15 കൊല്ലമാണ് ഈ പറയപ്പെടുന്ന പുതിയങ്ങാടിലെ നേർച്ച നിർത്തിവെക്കണമെന്ന് പുരോഹിതന്മാർ ആവശ്യപ്പെട്ടത്. 165 വർഷങ്ങളായി നടന്നു വരുന്ന സമ്പ്രദായമാണ്. അപ്പൊ ഈ 15 കൊല്ലത്തിന്റെ അപ്പുറം 100 വർഷം ആരാ ഇത് തുടങ്ങി വെച്ചു കൊടുത്തത്? ഈ ഒരു സമ്പ്രദായം ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഒരു കാലഘട്ടത്തിലെ പുരോഹിതന്മാരല്ലേ അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തത്. ഇത് ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണെന്ന് പറഞ്ഞ് അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ അവരും മുനാഫിക്കുകളും വിശ്വാസികളുമല്ലാത്ത ആളുകളാണ് എന്ന് പരിഹസിച്ചു നടന്ന ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ ഇന്ന് ഈ ഉമ്മത്ത് ഈ ശിർക്കിന്റെ അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദിത്വം അവർക്കില്ലേ? ഞങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തികം കിട്ടുന്ന സ്ഥലത്ത് ഈ നിർത്തിവെക്കൽ യാതൊരു പ്രശ്നവുമില്ലാതെ തുടരുന്നുണ്ട്. അവരെ കൈകളിലേക്ക് പണം കിട്ടുന്നുണ്ടോ? അവിടെ നിർത്തിവെക്കണ്ട. അവർക്ക് പണം കിട്ടാത്ത ഈ പണം വേറെ എവിടേക്കെങ്കിലും പോണ്, അത് അങ്ങേയറ്റത്തെ ഹറാം, നിർത്തിവെക്കണം.
അതല്ലാണ്ട് മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിലല്ല ഇതിലൊന്നും ഫത്വ പറഞ്ഞിട്ടുള്ളത്. സമ്പത്ത് അവർക്കുണ്ടോ, അനുകൂലമാണ് അവർ ഇന്നും അന്നും എന്നും ഒക്കെ. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഈ ആനകളുമായിട്ട് ഇസ്ലാമിന്റെ ഒരു ബന്ധം? എന്താ ആനകളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം? എന്താ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ആനകളുടെ ചരിത്രം പറയുമ്പോൾ പരിശുദ്ധ കഅബാലയം പൊളിക്കാനാണ് ആദ്യമായിട്ട് അറബികൾക്കിടയിലേക്ക് ആന വന്നിട്ടുള്ളത്. കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടാ ആനയുമായിട്ടൊരു കൂട്ടർ വന്നിട്ടുള്ളത്. ആ ആനക്കൂട്ടരെ എന്ത് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ചെറിയ അധ്യായത്തിൽ വളരെ സുന്ദരമായിട്ട് അത് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ആനക്കാരെ അവർ എന്തു ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കുതന്ത്രത്തെ അല്ലാഹു പരാജയപ്പെടുത്തിയില്ലേ? അവരിലേക്ക് ഒരു കൂട്ടം പക്ഷികളെ, ചെറിയ പക്ഷികളെ കൂട്ടം കൂട്ടമായി അല്ലാഹു അവരിലേക്ക് പറഞ്ഞയച്ചു. ആ ചെറിയ പക്ഷികളെ കൊണ്ട്, അവരുടെ ചുണ്ടുകളിൽ ഒതുങ്ങുന്ന ചെറിയ കല്ലുകളെ കൊണ്ട് ആ ഒരു വലിയ സംഘത്തെ ചണ്ടിച്ചവറുകളെ പോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിച്ചു. ഈ ആനക്കൂട്ടങ്ങളെ വീണ്ടും പള്ളികളുടെ മുമ്പിൽ അവതരിച്ച് അവിടെ ചൂളം വിളിയും ചാടിക്കളിയും ചെണ്ടമുട്ടും. ഇതാരുടെ സുന്നത്താണ്? ആരുടെ ആചാരമാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലെ അതിന്റെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്ത് ഇല്ലാ മുകാഅൻ വതസ്ദിയ. ആ കൂട്ടര്, വിശ്വാസികളല്ലാത്ത ആളുകള്, അവര് ആ ഭവനത്തിൽ അവരുടെ പ്രാർത്ഥന വെറും ചൂളം വിളിയും കൈകൊട്ടലുമല്ലാതൊന്നുമില്ല. മഗ്രിബിന്റെ സമയത്ത് ഇറങ്ങിയ സ്ത്രീകൾ ഇശാ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് റോട്ടിൽ അങ്ങനെ ഒരു ലജ്ജയുമില്ലാത്ത സ്ത്രീകൾ, ഒരു പ്രത്യേക കൗമ്. ലജ്ജ എന്ന് പറയുന്ന ഒരു സ്ത്രീകൾക്ക്, അത് നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു അശേഷം തീണ്ടിയിട്ടില്ല. അങ്ങനെ തലയും പൊന്തിച്ച് നടക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഓരോ കടയിലും ഇങ്ങനെ ഇറങ്ങി അങ്ങനെ നടക്കുക, തീരുന്നില്ല, അങ്ങനെ നടക്കുക. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ആ നടത്തം പോലും നേർച്ചയാണെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. നേർച്ചയാണത്രേ അന്ന് അവിടെ നടക്കുക എന്നുള്ളത്. തിരൂര് കോടതിപ്പടിയിൽ നിന്ന് പുതിയങ്ങാടിയിലേക്ക് 4.5 കിലോമീറ്റർ ഏകദേശം ഉണ്ടാകും. ഈ 4.5 കിലോമീറ്റർ അവിടെ നിന്ന് ചാടിമുട്ടുമായി വരുമ്പോൾ വൃദ്ധരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ ആ ചെണ്ടയുടെയും ആനകളുടെയും പിന്നാലെ പുതിയങ്ങാടി ജാറം വരെ നടന്നു പോവുക എന്നത് നേർച്ചയാണത്രേ. ആരാ പ്രതിഫലം കൊടുക്കുക? അല്ലാഹു ആണ് കൊടുക്കുക എന്ന് ഇവർ പറയണത്. അല്ല പറയാ, ആ കൂട്ടര് കളവ് പറയാണ്, കുഫാറുകളാണ്, അള്ളാന്റെ മേൽ കളവ് പറയുന്നവരാണവർ. അല്ലാഹു അങ്ങനെ ഒരു നേർച്ചയും പരിശുദ്ധ ഇസ്ലാമിൽ ഒരു നിലക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദ 103-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ ഈ ഉപ്പമാർക്കും ഈ ഉമ്മമാർക്കും അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചിട്ടില്ല, ഇത് കുഫാറുകളുടെ സുന്നത്താണ് എന്ന് എന്തുകൊണ്ട് അവർക്ക് ബോധ്യം വന്നില്ല എന്ന് അന്വേഷിക്കുമ്പോൾ ദഅവത്ത് ഇനിയും എത്താത്ത മേഖല ധാരാളമാണ് എന്നതിന്റെ നേർക്കാഴ്ച നമ്മളെ ബോധ്യപ്പെടുത്തുക. ഈ ആന പ്രശ്നമുണ്ടാക്കിയ അതേ ദിവസം ആനകളെ അണിനിരത്തി ആ നേർച്ച നടത്തുന്ന അതിന്റെ നേർച്ച സംരക്ഷണ സമിതിയുടെ ഡയറക്ടർ, അതിന്റെ വലിയ ആള് പത്രക്കാർക്കൊരു ഇന്റർവ്യൂ കൊടുത്തു ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. ആ മനുഷ്യൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആന ഇടഞ്ഞു, ഒരാളെ തൂക്കി എറിഞ്ഞു, അതിൽ ആളുകളൊക്കെ ചിഹ്നം ചിതറി ഓടി, ഒരുപാട് പരിക്കുകൾ ഉണ്ടായി. പക്ഷേ ആനപ്പാപ്പാനും പോലീസ് വളണ്ടിയർമാരും തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല. കൂട്ടരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ ആനപ്പാപ്പാനെ സമീപിച്ച പോരെ? ആ പോലീസ് വളണ്ടിയർമാരുടെ അടുത്ത് പോയപ്പോരെ? ഇഞ്ഞുങ്ങൾ ഈ പാപ്പാന്റെ അടുത്ത് എന്ന് പറയണം, ആനപ്പാപ്പാന്റെ അടുത്താ പോണ്ടത്, തങ്ങപ്പാപ്പാന്റെ അടുത്താ പോണ്ടത് എന്ന് മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കണം. കാരണം അവിടെ ഉടനെ നിയന്ത്രിച്ചത് ആനപ്പാപ്പാനാണെന്നാ ആ കമ്മിറ്റിക്കാരൻ പറയണത്. എത്ര ആളുകൾ പഴത്തിന്റെ കൊലകളുമായിട്ട് നടന്നു വരിക, അരിച്ചാക്കുകളുമായി ഏറ്റുവരിക, ഇതൊക്കെ നേർച്ചയാണ്.
എന്തൊരു ദുരന്തമാണ് ഈ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ. ചൂളം വിളിയും ചാടിക്കളിയും ചെണ്ടമുട്ടും കൈകൊട്ടലും ആഹ്ലാദങ്ങളും. നോക്കൂ, ആ വരവിന്റെ പിന്നാലെ ഒരു 18-നും 14-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ മുഖത്തൊക്കെ ചായം പുരട്ടി ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ഇട്ട് DJ ആ ലൈറ്റ് മ്യൂസിക്കിന്റെ അതിന്റെ അതേ തകൃതിയിൽ ചാടിയും മറിഞ്ഞും റോട്ടിൽ കളിക്കുക. പെൺകുട്ടികളെ കൊണ്ട്, ചെറിയ കുട്ടികളല്ലോ, പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞു ആയിട്ട് വർഷങ്ങളായിട്ടുള്ള കുട്ടികൾ. എന്താ ഇതിനൊക്കെ പറയാ? ഇത് അപകടമാണ്, ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും. മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല എന്ന് ശക്തമായി ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, നിങ്ങൾ അമ്പിയാക്കളെ സ്നേഹിക്കാത്തവരാ. ഇപ്പൊ സ്നേഹത്തിന്റെ ആ അതിരുവരമ്പുകൾ കടന്നപ്പോ മുസ്ലിയാക്കന്മാരനെ പറയാ, കുറച്ച് കൂടുന്നുണ്ട് നമ്മളെ ആൾക്കാരെ ആചാരങ്ങളും നേർച്ചകളും ഒക്കെ. കുറച്ചല്ല കൂടിയിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിൽ വളരെ അപകടകരമായ വിശ്വാസവും ആ വിശ്വാസം അവരെ റോട്ടിലൂടെ മണിക്കൂറുകളോളം ഒരു ലജ്ജയുമില്ലാതെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിൽ കൂട്ടം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്തിനെ എത്തിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ. ഈ സാഹചര്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ദഅവത്ത് എത്തിക്കുക എന്ന് തന്നെയാണ്. ദഅവത്ത് എത്തിക്കുക എന്നത് തന്നെ. എന്താണ് ഇസ്ലാം എന്നറിയാത്തവർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PC ജോർജ് പറഞ്ഞ വർത്താനത്തിനൊക്കെ നമുക്കെന്ത് മറുപടിയാ പറയാനുള്ളത്? PC ജോർജ് പറഞ്ഞ ഇന്ത്യയിലെ മുസ്ലിം വിശ്വാസികൾ മുഴുവനും വർഗീയവാദികളാ, ഒരു പാകിസ്ഥാനിലേക്ക് പോണെന്നാ. കഴിഞ്ഞ ദിവസം മൂപ്പര് മാപ്പ് വന്നിക്കണം, നിങ്ങൾ പാകിസ്ഥാൻ വരെ പോകേണ്ട ഇവിടെ തന്നെ നിന്നോളയുന്നു. വലിയ ഔദാര്യാണ്. എല്ലാ മുസ്ലിങ്ങൾക്ക് മൂപ്പര് മാപ്പ് നൽകി. PC ജോർജിനെ പോലെയുള്ള ഈ വർഗീയ വിഷം ചീറ്റുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇസ്ലാം എന്താണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല. എങ്ങനെ അവർക്കറിയാം? മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുന്ന നമ്മൾക്ക് പോലും ഇസ്ലാമിന്റെ അന്തസ്സിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, വീട് വിട്ട് റോട്ടിലൂടെ മണിക്കൂറുകൾ അലഞ്ഞു നടക്കുന്ന സ്ത്രീജനങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോ, കൂട്ടരെ നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോ അവർക്ക് കൃത്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതിനപ്പുറം ഒരു മറുപടിയും പറയാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ തന്നെ, നമ്മുടെ ശബ്ദം എത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായ ദഅവത്ത് ഇനിയും എത്താത്ത ഒരുപാട് മേഖലകളുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തെ എത്തിക്കുക എന്നത് നമ്മുടെയൊക്കെ നിർബന്ധ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരുന്ന വലിയ ഒരു കാര്യമായിരിക്കും അത്. അല്ലാഹു നമുക്ക് ആരോഗ്യം നൽകി, അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകി, അല്ലാഹു നമുക്ക് സന്താനങ്ങളെ നൽകി, അല്ലാഹു നമുക്ക് അന്തസ്സ് നൽകി, അല്ലാഹു നമുക്ക് വലിയ ഒരു സംഘമായി നമ്മളെ നിലനിർത്തി തരുന്നു. എന്നിട്ടും നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് നിർവഹിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വളരെ ആലോചനാപരമായിട്ടുള്ള ഒരു ആയത്തിലൂടെ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി. അല്ലാഹു പറയാണ് പരിശുദ്ധ ഖുർആനിൽ, അല്ലാഹു സുബ്ഹാനഹു വ പറയാ, അൽ ആന ഖഫഫല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫ. എന്നാൽ ഇപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾക്ക് മനസ്സിനൊരു സമാധാനം നൽകിക്കൊണ്ടുള്ള ആയത്താണ്. പക്ഷെ ഈ ആയത്ത് ഇന്ന് നമ്മളോട് പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്.
ഇന്ന് നമ്മളോട് പറയുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ല പറയാണ്, നിങ്ങള് ക്ഷമാലുക്കളായ 100 പേര് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ടെങ്കിൽ 200 പേരെ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് ജയിക്കാൻ കഴിയും. ജയിക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടിച്ചു ഓടിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല കേട്ടോ. അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നു തരത്തിൽ വളരെ കൃത്യമായിട്ട് കൂടി മനസ്സിലാക്കാൻ പറ്റും. അത് 100 പേർ ക്ഷമാലുക്കളായിട്ടുള്ള 100 പേർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ 200 ആളുകളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. നിങ്ങൾ 1000 ആളുകൾ ഉണ്ടെങ്കിൽ വല്ലാത്ത രസാണ്, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അള്ളാഹുവിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ 1000 ആളുകൾ ക്ഷമാലുക്കളായി ഈ കാര്യങ്ങളൊന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2000 ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. 2000 ആളുകളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മുസ്ലിങ്ങളുടെ എണ്ണം ഒന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുക, എത്രയാ മുസ്ലിം ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ 1 കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്നാ, ഇന്ത്യയില് എത്ര കോടിയാ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കോടി മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ആ കോടി മുസ്ലിങ്ങളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇസ്ലാമിനറിയാത്ത സാഹചര്യമാണെങ്കിൽ, കേരളം വിട്ടുകഴിഞ്ഞാൽ ഉത്തരേന്ത്യകളിലൊക്കെ അവരുടെയൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് മസാറുകൾ മാത്രമാണ്. അവർക്ക് മസാറുകൾ മാത്രമാണ് ഇസ്ലാം എന്ന അഡ്രസ് കൊടുക്കുന്നത്. അജ്മീറും അതുപോലെയുള്ള മസാറുകൾ, കേന്ദ്രങ്ങൾ, ദർഗയുടെ കേന്ദ്രങ്ങൾ, ഖബറുകൾ, ജാറങ്ങൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതാണ് അവരുടെ ഇസ്ലാം. അവർക്ക് ഇസ്ലാം എന്താന്ന് ഒരു തരി പോലും അറിഞ്ഞിട്ടില്ല. അവർക്ക് പള്ളി എത്ര പൊളിച്ചാലും പ്രശ്നമില്ല, ജാറത്തുമ്മ തൊട്ടാ അവർക്കത് വലിയ ബുദ്ധിമുട്ടാ, വലിയ പ്രയാസ. നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ടത്. ഈ ഹൈവേ കുറ്റിപ്പുറം വഴി പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ ഒരു ജാറുണ്ട്, അത് തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് കൂടെ എടുത്തോളി. അപ്പൊ അവിടെ പള്ളിയില്ലേ, പള്ളി പൊളിച്ചോളി, അത് വേറെ ഉണ്ടായിക്കോളും. ജാറ അങ്ങനല്ല, അത് പൊളിച്ച അതിന്റെ മുഴുവൻ അഡ്രസ്സും പോവും, കാരണം അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആ റോഡ് സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള കല്ലിനടിയിൽ ഒന്നുമില്ല, വ്യാജമായി ഉണ്ടാക്കിയതാ. ഇനി പണ്ട് കാലത്തെ മനുഷ്യനെ അവിടെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, തരിപ്പണമായി പോയിട്ടുണ്ടാവും. ഈ തരിപ്പണമായി നുരുമ്പിപ്പോയ എല്ലുകളോട്, പൊടികളോടാണോ മനുഷ്യരെ നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് എന്ന് ആളുകൾ ചിന്തിച്ചാൽ അത് ഖബർ വ്യവസായത്തിനെ ബാധിക്കും. അതുകൊണ്ട് തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിന്റെയും വളാഞ്ചേരിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് പോലും ഈ ഹൈവേ വർക്ക് നടക്കുന്ന സമയത്ത് തൊടാൻ പറ്റൂല എന്നാണ് നിർത്തിവെച്ചു. തൊട്ടില്ല, അതിന്റെ അപ്പുറത്ത് കൂടെ എടുത്തു. അതിനിപ്പുറത്തേക്ക് കൂടെ എടുക്കുമ്പോ ആ സൈഡിൽ പള്ളിയുണ്ട്. പ്രശ്നമല്ല, പൊളിച്ചോ. പള്ളി കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ടാക്ക, ജാറത്തുമ്പോ തൊടാൻ പറ്റൂല. അപ്പൊ പിന്നെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇത് കേരളത്തിലെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഈ തരത്തിലാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഇസ്സത്തിനെ തകർക്കും. സഹോദരങ്ങളെ, നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ. ഈ ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന അടുത്ത തലമുറക്ക് ഇസ്സത്തോടുകൂടി ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ ആർജവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആർജവമുള്ളവരായിരിക്കണം, നമ്മൾ ഇസ്സത്തുള്ളവരായിരിക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം വളർന്നു വരുന്ന തലമുറക്ക് ഈ ഇന്ത്യ രാജ്യത്ത്, ഈ ബഹുസ്വരതയുള്ള ഈ രാജ്യത്ത്, ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളുടെ ഈ രാജ്യത്ത്, ക്രൈസ്തവരും ഹൈന്ദവരും ദീനുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിമായിക്കൊണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന സന്ദേശം വളർന്നു വരുന്ന തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ തന്നെ ആ കാര്യത്തിൽ വേണ്ടത്ര വിവരമില്ലാത്തവരും ഈ തരത്തിലുള്ള ചാടിക്കളിയിലും ചണ്ടമുട്ടിലും ആവേശം കൊണ്ട് ദീനു മറന്ന് ജീവിക്കുന്നവരാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ ഇവിടെ അവർക്ക് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാനുള്ള അവകാശം പോലും ഉണ്ടാവുകയില്ല. ആയതുകൊണ്ട് വലിയൊരു ശാപത്തിന്റെ ആളുകളായി നമ്മൾ മാഞ്ഞു പോവരുത്. വളർന്നു വരുന്ന തലമുറക്ക് പറയാൻ കഴിയണം, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ഞങ്ങൾക്ക് കൈമാറി തന്ന ഇസ്ലാമിന്റെ ഇസ്സത്ത് അത് മനസ്സിലാക്കിയവരാ. ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല, ഞങ്ങൾ ആരുടെയും പ്രയാസപ്പെടുന്നവരല്ല, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നവരാ ഞങ്ങൾ.
എന്ന് പറയാൻ പറ്റുന്നൊരു തലമുറ ഇവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പല ആളുകളും മനസ്സിലാക്കിയതാണ്. പക്ഷേ പൊതുവായിട്ട് ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മാതാപിതാക്കൾ, മക്കള് ഒരു 18 വയസ്സിന് മുകളിലുള്ള മാതാവും പിതാവുമാണ് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ബാങ്കിൽ അക്കൗണ്ട് തുറന്നു കൊടുത്തിട്ടുള്ള മക്കളുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനും പല കാര്യത്തിനും അവര് വിദൂര സ്ഥലങ്ങളിൽ പഠനത്തിന് പോകുമ്പോൾ അവർക്കുള്ള പണമിടപാടിനുമൊക്കെ ആയിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ട് വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ അങ്ങനെ അക്കൗണ്ട് തുറന്നിട്ടുള്ള കോളേജ് തലത്തിൽ പഠിക്കുന്ന, +2 കഴിഞ്ഞ് പഠിക്കുന്ന കുട്ടികളുടെ അക്കൗണ്ട് തുറക്കുന്ന വിവരം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വലിയ മാഫിയ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വല്ലാത്ത ഒരു സംഘമാണത്. ആ സംഘം ഈ മക്കളെ അവരുടെ വാട്സപ്പിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം റുപ്യ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ. 1,00,500 റുപ്യ വെച്ച് നിനക്ക് തരും. 10 ലക്ഷം ട്രാൻസ്ഫർ ചെയ്താൽ 5,000 റുപ്യ നിനക്ക് തരും. പിറ്റേ ദിവസം തന്നെ നമ്മൾ തിരിച്ചെടുക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അപകടങ്ങൾ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, ഒരു ചെലവുമില്ലാത്ത തന്റെ അക്കൗണ്ടിലൂടെ ഒരു 10 ലക്ഷം റുപ്യ പോയാൽ 5,000 റുപ്യ കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്കതൊരു വലിയ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. അവരുടനെ പറയും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ട് അവർ ഇട്ടോളി എന്ന് പറയും. അത് പിന്നെ വലിയ സംഖ്യകളായി മാറും. ആ സംഖ്യകൾ മക്കളുടെ അക്കൗണ്ടിലൂടെ പോകുന്നത് കണ്ടാൽ നിർബന്ധമായിട്ടും ഇവിടുത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ആ തരത്തിലുള്ള പോലീസ് മേധാവികൾ അവരെ പിന്തുടരുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, കൊണ്ടുപോകും. ഒരു ജാമ്യം പോലും ലഭിക്കാത്ത തരത്തിൽ ക്രിമിനലുകൾ, മാഫിയകൾ, ഇവിടത്തെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ ലഹരിയുടെ ആളുകൾ, ഇവരൊക്കെയാണ് ഈ സംഖ്യകൾ മക്കളുടെ അക്കൗണ്ടിലൂടെ തിരുമറി ചെയ്ത് വൈറ്റുമണിയാക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മക്കളോട് വളരെ കൃത്യമായിട്ട് പറയണം, ആ തരത്തിലുള്ള ഒരിടപാടും നിങ്ങളുടെ ഇടപാടല്ലാതെ, സുഹൃത്തുക്കളുടെ പണം പോലും, ചെറിയ ഒരു 5,000 2,000 ഒക്കെ ഒരു അത്യാവശ്യത്തിന് ഒരു സ്നേഹിതം പറയാണ്, ഒന്നും ഗൂഗിൾ പേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്നല്ല, മുഴുവൻ അടച്ചു പറയല്ല. പക്ഷേ അറിയാത്ത ഒരാളുടെയും പണമിടപാടുകൾ നമ്മുടെ അക്കൗണ്ടുകളിലൂടെ ഒരു കാരണവശാലും പോകരുത്. വലിയ ദുരന്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ ബോധം കെട്ട് വീഴുകയാണ്, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. ഉമ്മമാരും ഉപ്പമാരും ബോധം കെട്ട് മരിക്കുന്നു. പോലീസ് നേരെ വന്നിട്ടാണ് കൊണ്ടുപോകാണ്, രാത്രിയൊക്കെ വന്നിട്ടേ. എന്തേ? ഇവൻ വലിയ ഏതോ റാക്കറ്റിന്റെ ആളാ, അവന്റെ അക്കൗണ്ടിലൂടെ ഇത്രയും പൈസയാ പോയിട്ടുള്ളത്. ഇവനത് അറിയും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മക്കളിൽ നല്ലൊരു ഉത്ബോധനം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അതിന്റെ പ്രശ്നങ്ങൾ. അള്ളാഹു ആ തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദഅവത്തിന്റെ ഭാഗമായിട്ട് ഒരു ദഅവ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാരാൽ ഒരു സർക്കുലർ നമുക്കൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഓരോ സഹോദരങ്ങളും അവരുടെ 2 ദിവസത്തെ വരുമാനം ഒരു വർഷത്തിൽ ഈ ദഅവ ഫണ്ടുമായി ബന്ധപ്പെട്ട് നൽകണം എന്നാണ് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്. ദഅവ വലിയ ഒരു ചെലവുള്ള ഭാഗം കൂടിയാണ്. ദഅവത്ത് എത്തിക്കുക എന്നത്
വളരെ അനിവാര്യമായതുപോലെ തന്നെയാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കിടയിൽ ധാരാളം ഉണ്ട്. വലിയ സമ്പത്തുള്ള പല ആളുകളും ആ സമ്പത്തിനെ വളരെ അപകടകരമായിട്ടുള്ള രീതികളിലൂടെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ ജാറം, വലിയ അറിയപ്പെടുന്ന ഒരു ജാറം, ആ ജാറത്തിലെ വരുമാനം ഒരു അറബി കോളേജിന്റെ ചെലവിന് വേണ്ടിയിട്ടാണ് പോണത്. അവിടെ നിന്ന് ഇറങ്ങുന്ന മക്കൾ എങ്ങനെ ദീന് പറയും സഹോദരങ്ങളെ? ജാറത്തിലൂടെ കിട്ടുന്ന സമ്പാദ്യം 100% ഹറാമാണ്. കാരണം എന്താ? അത് ശിർക്കിന്റെ മാർഗത്തിലൂടെ വരുന്ന പണമാണ്. ആ ജാറത്തിൽ കിടക്കുന്ന മനുഷ്യൻ എന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അദ്ദേഹം പരിഹാരമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ വക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിലിടുന്ന കാണിക്കയാണ്. ഭണ്ഡാരപ്പെട്ടിയിലെത്തുന്ന പണമാണത്. ആ പണമാണ് ഒരു അറബി കോളേജിന്റെ അവിടുത്തെ ചെലവുകൾക്കും അതിന്റെ നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന മക്കൾ ഒരിക്കലും ഇസ്ലാമിന്റെ ദീന് പറയാൻ അവരെ കൊണ്ട് കഴിയില്ല. ആ തരത്തിലുള്ള ഒരു സമ്പാദ്യവും ദഅവത്തിൽ ഉണ്ടാവാൻ പാടില്ല. ദഅവത്തിൽ നല്ല അധ്വാനത്തിന്റെ സുന്ദരമായ ആ ഒരു പണം, അത് ഒരു 2 ദിവസത്തെ നിങ്ങളുടെ വേതനത്തെയാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദുർ റഹ്മാന്റെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു ആയത്ത് നമ്മൾ എപ്പോഴും ഓതി കേൾക്കുന്നതാണ്. പിരിവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടോ അല്ല ഒന്ന് ഓർമ്മപ്പെടുന്നത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാനിൽപ്പെട്ട ആളുകൾ അവര് ധാരാളിത്തം ചെയ്യുന്ന ആളുകളല്ല, ധാരാളം ചെയ്യുന്ന ആളുകളല്ല, എന്നാൽ മുറുക്കി പിടിക്കുന്നവരുമല്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് എന്ന വകാന ബൈന ദാലിക ഖവാമ. ധാരാളിത്തരത്തിനും പിശുക്കിനും ഇടയിലായിരിക്കും അവർ. ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരായിരിക്കും അവർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെ സമീപിക്കുന്ന ആളുകളോട് ഒരു തരത്തിലുമുള്ള പിശുക്ക് കാണിക്കാതെ അള്ളാഹു നൽകിയതിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന ഒരു നിയത്തോടു കൂടി ഈ ദഅവത്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണ്. അതിന് തൻ്റെ കൂടി ഒരു സാന്നിധ്യം, തൻ്റെ വിയർപ്പ് കൂടി അതിനോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് നിങ്ങളത് വീഴ്ച വരുത്തരുത്, അത് ശ്രദ്ധയിലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, വരുന്ന ചൊവ്വാഴ്ച 14-ാം തീയതി നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് ലുക്മാൻ പോത്തുകല്ലിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പവിത്രമായ ഇസ്ലാമിക വിവാഹം ആഭാസകരമാവുകയാണോ എന്നുള്ളതാണ് അതിൻ്റെ ചിന്തനീയമായിട്ടുള്ള ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സഖാഫി ബിരുദമെടുത്ത ഒരു പണ്ഡിതന്റെ വിവാഹം പോലും അവിടെ കൂടിയ സഖാഫി ബിരുദമുള്ള 10-12 പണ്ഡിതന്മാർ വളരെ മോശമാക്കി അലങ്കോലപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചകളിലാണ്, വളരെ മോശമായിട്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കോലാഹലങ്ങൾ, ആ തരത്തിലുള്ള വിവാഹങ്ങൾ വളരെ മോശമായ രീതിയിലേക്ക് മാറുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഉത്ബോധനം നടത്തേണ്ടുന്ന സമയമായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ തരത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുള്ള ഒരു ക്ലാസ്സാണ്. അത് കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരും കുടുംബസമേതമാണ് എത്തേണ്ടത്, മക്കളെയും കൂട്ടിയിട്ടാണ് വരേണ്ടത്. ഇൽമിന്റെ സദസ്സുകളൊന്നും നഷ്ടമാവരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. وآخر دعوانا أن الحمد لله رب العالمين.